ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെർലിൻ കുക്ക് ആൻഡ് ഈറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വാദിഷ്ടമായ മുട്ട കുറുമയാണ്. അതിലേക്ക് നമ്മളൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ ഏകദേശം നല്ലോണം വഴണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ചുവപ്പ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ച മണം മാറണം, അല്ലെങ്കിൽ നമുക്ക് അത് ഒരു പച്ച ചുവ അടിക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴറ്റി കഴിഞ്ഞു. അടുത്ത ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ പച്ചമുളക് ചേർത്ത് വഴറ്റി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വേകണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ സാധാരണ നോർമൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇനി അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട കുറുമയായിട്ട് തന്നെ ഒരുപാട് നമ്മൾ ഈ ഇറച്ചിക്കറി വയ്ക്കുന്ന പോലെ ഒരുപാട് മൂപ്പിക്കേണ്ട. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വെച്ച് വെന്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് ഒരു മിനിറ്റോളം, ഒരു 2 മിനിറ്റോളം ഇങ്ങനെ വേവിച്ച ശേഷം ഇപ്പോൾ നമ്മൾ കറി റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മളിനി തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കളറൊക്കെ മാറി വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ട കുറുമയാണിത്. നമുക്കിത് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഈവൻ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും